ഓക്കെ. അപ്പോൾ 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഫിഗർ ഓൾ ദ സൈഡ്സ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ആർ ഈക്വൽ. അപ്പോൾ ഈ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ 4 സൈഡുകളും ഈക്വൽ ആണ്. പ്രൂവ് ദാറ്റ് ദ ലൈൻ ജോയിനിങ് ദ ഓപ്പോസിറ്റ് വെർട്ടിസസ് ഓഫ് ദീസ് ക്വാഡ്രിലാറ്ററൽ ബൈസെക്ട് ദ ആംഗിൾസ് ഓഫ് അറ്റ് ദീസ് വെർട്ടിസസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പ്രൂവ് ചെയ്യണം അല്ലേ. നിങ്ങൾ 8ാം ക്ലാസ്സുകാരെ സംബന്ധിച്ച് ഇങ്ങനെ പ്രൂവ് ചെയ്യാനുള്ളത് പൊതുവെ നമ്മൾ എന്തായിട്ട് എടുത്താൽ മതി എന്നറിയാം, ഇതിന് 2 ട്രയാങ്കിൾസ് ആയിട്ട് എടുത്താൽ മതി. ഓക്കെ. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിനൊരു പേര് കൊടുത്തു ABCD. അപ്പോൾ നമുക്കിവിടെ 2 ട്രയാങ്കിൾസ് ആയിട്ട് കിട്ടും. ABC എന്ന ട്രയാങ്കിൾ ABCയും. ഈ 2 ട്രയാങ്കിളിലെയും നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഇതിൻ്റെ സൈഡ്സ് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ടല്ലോ. AD ഈക്വൽ ആണ്. അതുപോലെ ADക്ക് നമുക്ക് ഈ ഒരു സൈഡിൽ AB എന്ന് കൊടുക്കാം അല്ലേ. എല്ലാ സൈഡുകളും ഈക്വൽ ആയതുകൊണ്ട് നമുക്കങ്ങനെ കൊടുക്കാമല്ലോ. AD AB ഈക്വലാണ്. അതേപോലെ തന്നെ DC അല്ലെങ്കിൽ CD എന്ന സൈഡും AB അല്ല ഇനി BC എന്ന സൈഡും ഈക്വൽ ആണെന്ന് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഈ 2 ട്രയാങ്കിളും എന്ത് ട്രയാങ്കിളാണെന്ന് നമുക്ക് പറയാം. അതേപോലെ തന്നെ എന്തുണ്ട്, AC എന്ന സൈഡും രണ്ടിലും കോമൺ ആണ്. അപ്പോൾ ഈ 3 സൈഡുകൾ ഈക്വൽ ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾസിന് നമുക്ക് എന്ത് ട്രയാങ്കിളായിട്ട് പറയാം? ഈ 2 ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾസ് ആണ് അല്ലേ. നമ്മൾ ഇരട്ടകളാണെന്ന് പറയാം. ഈ 2 ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഈ ഈക്വൽ ആയിട്ടുള്ള സൈഡുകളുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളുകൾ ഈക്വൽ അല്ലേ. AD ഈക്വൽ AB എന്നതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? AD ഈക്വൽ AB എന്ന് പറഞ്ഞാൽ ഈ ADയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നത്, അത് ഇവിടെ എഴുതുക കേട്ടോ. AD ഈക്വൽ AB എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത് എന്താണ്? ഇതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ ADയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളായിട്ടുള്ള ആംഗിൾ C എന്ന് പറയുന്നതും ആംഗിൾ Cയും ABയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന, അതായത് AB എന്ന പേരിലില്ലാത്തതിലെ ADയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നത് എന്താണ്? അങ്ങനെ നമ്മൾ പേര് കൊടുക്കണം കേട്ടോ. അങ്ങനെ 2 ട്രയാങ്കിളും ഒരുമിച്ചായതുകൊണ്ട് നമ്മളതിന് കറക്റ്റ് പേര് കൊടുക്കണം. ഈ ADCയുടെ ACD എന്ന ആംഗിൾ എന്ന് കൊടുക്കണം കേട്ടോ. ഓക്കെ. ആംഗിൾ ACDയും ACD എന്ന ആംഗിളും ഈക്വലാണ് ABയുടെ എതിരെ കിടക്കുന്ന ACB എന്ന ആംഗിൾ. ആംഗിൾ ACB ആ 2 ആംഗിളുകളും ഈക്വലാണ്. അപ്പോൾ നമുക്കിവിടെ വരയ്ക്കുകയാണെങ്കിൽ ഈ ആംഗിളും അതുപോലെ ഈ ആംഗിളും ഈക്വലാണെന്ന് നമുക്ക് പറയാം. ഓക്കെ. ഇനി അടുത്തതാണ് CD ഈക്വലാണ് BC അല്ലേ. CD എന്ന് പറയുന്ന ഈ ഒരു ആംഗിൾ, CD എന്ന് പറയുന്ന ഈ ഒരു സൈഡും അതേപോലെ BC എന്ന് പറയുന്ന ഈ സൈഡും എന്ന് പറയുമ്പോൾ ഈ CDയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന, നമ്മളത് എഴുതുക കേട്ടോ. CD ഈക്വൽ BC. അതിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടുന്നത്? CDയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ Aയും A എന്ന് പറയുമ്പോൾ ഏത് A എന്ന് പറയുന്നത് കേട്ടോ, CAD ഈക്വലാണ് CAD പോലെ BAC അല്ലേ. ആംഗിൾ BAC എന്ന് കൊടുക്കാം. ഈ 2 ആംഗിളും ഈക്വലാണ് നമുക്ക് കിട്ടും. എന്തുകൊണ്ടാണ് ഇതൊക്കെ എഴുതുന്നത്? 3 ആംഗിൾസും ഈക്വലാണ്. അല്ലെങ്കിൽ 3 ട്രയാങ്കിൾസും ഈക്വലാണ്. അതല്ലെങ്കിൽ ഒരു ട്രയാങ്കിളിൻ്റെ തന്നെ 3 സൈഡ് അടുത്ത ട്രയാങ്കിളിൻ്റെ 3 സൈഡിനോട് ഈക്വൽ ആയതുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റും. ഇനി AC ഈക്വൽ AC ആണെന്നുള്ളത് കൊണ്ട് ഇത് രണ്ടും എന്തായി? ഈ 2 ആംഗിളുകളും ഈക്വലാണ് നമുക്ക് കിട്ടും. അതും എഴുതാം കേട്ടോ. AC ഈക്വൽ AC. അതെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഇംപ്ലൈസ് ആംഗിൾ D ഈക്വൽ ടു ആംഗിൾ B. ഇവിടെ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം, കാരണം രണ്ടും ഓരോ പേരുകളേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്നും കിട്ടി. ഇനി നമ്മളോട് എന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അപ്പോൾ നമ്മൾ ഈ 2 ആംഗിളുകളും ഈക്വലാണ് എന്ന് പറഞ്ഞു. ഈ 2 ആംഗിളുകളും ഈക്വലാണ് അല്ലേ, അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് അത് നമ്മൾ എഴുതിയതിന് ശേഷം നമ്മൾ പിന്നെ എഴുതേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമുക്കറിയാം 2 ഈക്വലാണ്. അപ്പോൾ രണ്ടും ഈക്വലാണ് എന്ന് പറയുന്നത് എന്താണ്? ഈ 2 ആംഗിളുകളാണ് ഇപ്പോൾ രണ്ടും എന്ന് പറയുന്നത് വിചാരിക്കാം. അതല്ലെങ്കിൽ ഇതിനിപ്പോൾ ഞാൻ വേറൊരു പേരായിരിക്കട്ടെ ചിലപ്പോൾ കൊടുക്കുന്നത് ABCD എന്നാണ് ഇതിൻ്റെ പേരെങ്കിൽ. ഓക്കെ. ABCD എന്നാണ് ഇതിൻ്റെ പേരെങ്കിൽ നമുക്കറിയാം DAC ഈക്വൽ
DACയും അതേപോലെ തന്നെ BACയും ഈക്വലാണ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താണ്? ഈ ആംഗിൾ എ എന്ന് പറയുന്നതിനെ രണ്ടാക്കിയിട്ട് ഈ രണ്ട് ഭാഗങ്ങൾ മുറിക്കുന്ന ഈ ഒരു ലൈന് മുറിക്കുന്നതല്ലേ? യെസ്. അപ്പോൾ നമുക്കവിടെ കൊടുക്കാൻ പറ്റും എന്ത്? അപ്പോൾ നിങ്ങൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ എഴുതി വെച്ചാൽ തന്നെ അത് കറക്റ്റായിട്ടോ. പിന്നെ അത്രയും കാര്യങ്ങളെ കൊടുക്കുക. ആദ്യം 2 ട്രയാങ്കിൾ ആണെന്ന് കൊടുത്തു. പിന്നെ അതിൻ്റെ ഈക്വൽ ആയിട്ടുള്ള സൈഡുകളിൽ നിന്ന് നമ്മൾ ആംഗിൾസ് ഏതൊക്കെയാണ് ഈക്വൽ ആണെന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും ഈ 2 ആംഗിൾസും ഈക്വൽ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കിത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ കൊടുക്കാം. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ കൊടുക്കുമ്പോൾ തന്നെ അത് പ്രൂവ് ആയി എന്നാണ് മീനിങ് കേട്ടോ. ഇനി അടുത്തത് പ്രൂവ് ദാറ്റ് ഇഫ് 2 sides of a triangle are equal then their opposite angles are also equal. അത് നമ്മൾ ഇതേ രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് ആദ്യം നമ്മൾ അതിനൊരു ട്രയാങ്കിൾ വരയ്ക്കുന്നു. ഓക്കെ, പ്രൂവ് ദാറ്റ് 2 sides of a triangle are equal. അപ്പോൾ നമ്മൾ ഈ 2 സൈഡ്സ് ഈക്വൽ ആണെന്ന് വിചാരിക്കുക. അതിന് ഞാൻ A, B and C എന്ന് പേര് കൊടുത്തു. സപ്പോസ് AC ഈക്വൽ ആണ് AB എന്ന് നമ്മൾ പറയാം. ദെൻ പ്രൂവ് ദാറ്റ് ഇഫ് 2 ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആണെന്ന് നമ്മളിവിടെ പ്രൂവ് ചെയ്യുന്നല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന് ഇങ്ങനെ ഒരു ലൈന് നമ്മൾ വരച്ചു കൊടുക്കാം. ഒരു ഹൈറ്റ് എന്ന രീതിയിൽ നമ്മൾ കൊടുക്കാം. ഓക്കെ, ഇനി നമ്മളിതിന് 2 ട്രയാങ്കിൾസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ട്രയാങ്കിൾ എ നമുക്കിവിടെ എന്ത് പേര് കൊടുക്കാം? ഒരു H എന്ന് കൊടുക്കാം. AHC, അതേപോലെ തന്നെ ട്രയാങ്കിൾ BHC. ഓക്കെ, ഇങ്ങനെ 2 ട്രയാങ്കിൾസ് കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും AHCയിലെ A എന്ന ആംഗിളും അതേപോലെ BHCയിലെ B എന്ന ആംഗിളും ഈക്വൽ ആണെന്ന് നമുക്ക്, സോറി AC എന്ന സൈഡുകളാണല്ലോ അല്ലേ, സോറി കേട്ടോ, AC എന്ന സൈഡും അതേപോലെ BC എന്ന സൈഡും ഈക്വലാണ്. ഇനി അതേപോലെ തന്നെ നമ്മൾ ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും ഈക്വൽ ആയിട്ടാണല്ലോ മുറിക്കുന്നത്, ഈക്വൽ ആണല്ലോ. സോ AH എന്ന സൈഡും അതേപോലെ തന്നെ BH എന്ന സൈഡും ഈക്വൽ ആണ്. അതേപോലെ HC എന്ന് പറയുന്ന സൈഡും, HC അത് കോമൺ ആണ് അല്ലേ, HC ഇവിടെയും HC കോമൺ ആണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു ട്രയാങ്കിളിനെ നമ്മളിങ്ങനെ 2 ഈക്വൽ ഹാഫായിട്ട് മുറിക്കുമ്പോൾ അതിന് എന്ത് വരുന്നുണ്ട്? ഈ 2 ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് കിട്ടും അല്ലേ. സോ നമുക്കിവിടെ എഴുതാൻ പറ്റും AHC എന്ന ട്രയാങ്കിള് അതേപോലെ തന്നെ BHC എന്ന ട്രയാങ്കിളും എന്താണ്? ഈക്വൽ ട്രയാങ്കിളാണ്, കോൺഗ്രുവൻ്റ് ആണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെ 3 സൈഡ്സ് ഈക്വൽ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളുകൾ ഈക്വൽ ആവുന്നില്ലേ? യെസ്. അപ്പോൾ ഈ ACയുടെ എതിരെ കിടക്കുന്ന ഈ ആംഗിളും നമുക്ക് ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇൻ ദീസ് two triangles if 3 sides are equal then the angles opposite to these sides are also equal എന്ന് പറയുന്നത് SSSൻ്റെ ആ ഒരു ക്രൈറ്റീരിയ എഴുതാം. എന്നിട്ട് ഇതിൽ നിന്നും A എന്ന ആംഗിളിലെ AC എന്ന് പറയുന്ന ആംഗിള്, യെസ്, അത് നമ്മൾ ഓരോ സൈഡുകളും ഏതൊക്കെയാണ് ഈക്വൽ ആയിട്ടുള്ള AC എന്ന സൈഡുണ്ട്. ഈ AC എന്ന സൈഡിനോട് ഈക്വൽ ആയിട്ടുള്ള AC ഈക്വൽ ടു BC എന്ന് കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ എഴുതാം AC ഈക്വൽ ടു BC. നമുക്ക് അതിൽ നിന്ന് കിട്ടും ആംഗിൾ H. ഞാൻ ചിത്രം ഇവിടെ വരയ്ക്കുന്നുണ്ട്. ABCH. അപ്പോൾ AC ഈക്വൽ ടു BC എന്ന് പറയുമ്പോൾ ഇവിടെ ആംഗിൾ H ഈക്വൽ BCയുടെ ഓപ്പോസിറ്റുള്ള ഈ H. അപ്പോൾ ഈ Hഉം ഈ Hഉം അത് ഈക്വൽ ആണ് നമുക്ക് കിട്ടും. ഇനി അടുത്തതായിരുന്നു AH ഈക്വൽ ടു BH എന്ന് പറയുന്നത് അല്ലേ. അതിൽ നിന്ന് എന്ത് കിട്ടും? AHൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ C, ഈ ആംഗിളും അതേപോലെ ഈ ആംഗിളും ഈക്വൽ ആണ്. ആംഗിൾ C ഈക്വൽ ടു ആംഗിൾ C, അത്ര തന്നെ എഴുതട്ടെ. ACHഉം BCHും ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ആംഗിളാണ് പറയുന്നത്, സോറി ഈ ഒരു സൈഡാണ്. സോ CH ഈക്വൽ ടു CH. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ B എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ആംഗിൾ രണ്ടും ഈക്വലാണ്, ഈ ആംഗിൾ രണ്ടും ഈക്വലാണെന്ന് കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ എന്താണ് ഈ ഒരു ട്രയാങ്കിളിൻ്റെ 2 സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ സോ നമുക്ക് കിട്ടിയ എന്ത്? ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ B
അതേപോലെ തന്നെ എന്താണ് ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ എ സി എന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് ആംഗിൾ ബി. ബി സി എന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് ആംഗിൾ എ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റിയ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി എന്ന് നമുക്കിവിടെ കിട്ടി. ഓക്കെ, അതാണ് ഈ ഒരു കാര്യം പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.